മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട്. അതിന്റെ കരട് പട്ടിക തയ്യാറാക്കിയത് മുതൽ വിവാദങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നു. വിഷയം ഇത് തന്നെയാണ്. ഈ വിവാദമായതോടെ, ഈ പുനരധിവാസം വിവാദമായതോടെ അത് ചർച്ച ചെയ്യാനുള്ള മന്ത്രിസഭാ യോഗമാണ് ഇന്ന് അടിയന്തരമായി ചേരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വൈകിട്ട് 3:30-ക്കാണ് ഈ ഓൺലൈനായി ഈ യോഗം ചേരുന്നത്. അപ്പോൾ AV ജയശങ്കറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ജയശങ്കർ, വെരി 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 ഗുഡ് മോർണിംഗ്. മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ, അർഹരല്ലാത്തവർ പട്ടികയിൽ കയറിക്കൂടിയത്, അതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭായോഗം, ഇന്നത്തെ അജണ്ടകൾ എന്തൊക്കെയാണ്? ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഇന്നെന്തായാലും പ്രത്യേക മന്ത്രിസഭാ യോഗം വൈകിട്ട് ഓൺലൈനായിട്ടാണ് ചേരുക. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസം മാത്രമാണ് ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ട. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ചർച്ചകൾ ഈ യോഗത്തിലുണ്ടാവും. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കരട് പട്ടിക പുറത്തു വരുന്നത്. ഈ പട്ടികയ്ക്ക് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായത്. കാരണം അനർഹരായ ആളുകൾ പട്ടികയിൽ ഇടം പിടിച്ചു, അർഹരായ ആളുകളെ പുറത്താക്കി ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ നടത്തി. ഒപ്പം തന്നെ പ്രദേശവാസികളുടെ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ADM ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് ഈ ആളുകളെ തണുപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് പ്രാഥമികമായി തന്നെ റവന്യൂ വകുപ്പിന് ഉൾപ്പെടെ മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് അടിയന്തരമായി ഒരു യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുന്നത്. ഓൺലൈനായിട്ടായിരിക്കും യോഗം ചേരുക. ഈ യോഗത്തിൽ കൃത്യമായി നിലവിൽ ഇറക്കിയിരിക്കുന്ന പട്ടിക സംബന്ധിച്ച പരാതികൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നവർക്ക് പരിഹാരം കാണണമെന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകും. അടിയന്തരമായി കൃത്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകരുത്, കേരളത്തിൻ്റെ മൊത്തം ദുരന്തമാണ്. അങ്ങനെ ഒരു വിഷയമായി കണ്ടുകൊണ്ട് വിഷയത്തിൽ ഒരു അടിയന്തര നടപടി, ഒരു അടിയന്തര നീക്കുപോക്ക് വേണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അത്തരത്തിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് നിർദ്ദേശം നൽകുക. എന്തായാലും കരട് പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ഇനി പരാതികൾ നൽകാനുള്ള സമയം കുറച്ചധികം ദിവസമുണ്ട്. ഈ ദിവസങ്ങളിൽ കൃത്യമായി പരാതികൾ സ്വീകരിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നൽകി കുറ്റമറ്റ രീതിയിലൊരു പട്ടിക വേണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്യാനും ഈ പുനരധിവാസം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, ഈ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അത്തരത്തിൽ ഇത് പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മറികടന്ന് സാങ്കേതിക കുരുക്കൾ ഒഴിവാക്കി കാര്യങ്ങൾ സ്മൂത്താക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രജിൻ, ക്രിസ്റ്റീന ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചേരുന്നത്. യോഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാം സ്മൂത്ത് ആകട്ടെ. ജയശങ്കറിന് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.